നമസ്കാരം. കേരളത്തിലെ പ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്ന് പോലും ധാരാളം ഭക്തർ ഓരോ ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താറുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജനങ്ങളുടെ ഒഴുക്കാണ്. ഗുരുവായൂർ ക്ഷേത്രം കേരളത്തിൻ്റെ ഒരു ടൂറിസം പ്രാധാന്യത്തോടു കൂടി പരിശോധിച്ചാലും ഗുരുവായൂർ ക്ഷേത്രം അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആചാരപ്പെരുമയുടെ കാര്യത്തിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തായി പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഒരു മഹാക്ഷേത്രത്തിന് ചേർന്നതല്ല എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അധികാരത്തിൻ്റെ വടംവലി, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രീയം കലർത്തിവിടാനുള്ള നീക്കം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എടുത്തുകൊണ്ടുപോയത്, അത് തിരിച്ചടയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്, ഇതെല്ലാം വലിയ ചർച്ചാ വിഷയമാവുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭക്തജനങ്ങളും ക്ഷേത്ര ഭരണസമിതിയും തമ്മിൽ രണ്ട് തട്ടിലായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വലിയ വിവാദങ്ങൾ പലപ്പോഴും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാറുണ്ട്. ഉദയാസ്തമന പൂജയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു മഹാക്ഷേത്രത്തെ ഇങ്ങനെ നിരന്തരം വിവാദങ്ങളിൽ കുടുക്കിയിടുന്നത് തീർച്ചയായും ശരിയായ കാര്യമല്ല. അത് ഒരിക്കലും ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. ആ ക്ഷേത്രത്തിന് കിട്ടേണ്ട ബഹുമാനം, അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന് കിട്ടേണ്ട പരിഗണന, അതെല്ലാം തന്നെ അധികാരികളിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നുമൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ ഈ ക്ഷേത്രത്തെ പലപ്പോഴും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുക, അവിടുത്തെ പണത്തിൻ്റെ ചോർച്ച തടയാതിരിക്കുക, പല രീതിയിൽ അവിടെ നിന്നും പണം നഷ്ടപ്പെടുക, ഇതെല്ലാം വലിയ ആശങ്ക ഭക്തജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് പോലിരിക്കുന്ന നിരവധി വ്യാജ വെബ്സൈറ്റുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഈ വ്യാജ വെബ്സൈറ്റുകളിലൂടെ പൂജയും മറ്റു വഴിപാടുകളും ബുക്ക് ചെയ്ത് ഭക്തജനങ്ങൾ വിഡ്ഢികളാവുകയാണ്, പറ്റിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഭക്തജനങ്ങളുടെ പണം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വ്യാജ വെബ്സൈറ്റുകളിലൂടെ നഷ്ടപ്പെടുന്നു എന്ന പരാതി വരുന്നുണ്ട്. ഒരു പരിധിവരെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അധികൃതർ തന്നെ ഈ ഇത്തരത്തിലുള്ള വ്യാജ വെബ്സൈറ്റുകൾ നിലവിൽ വരുന്നതിനും ഭക്തരുടെ പണം നഷ്ടപ്പെടുന്നതിനും ഉത്തരവാദികളായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കുറച്ചുനാൾ മുമ്പ് വരെ ഗുരുവായൂർ ദേവസ്വത്തിന് തന്നെ ഒന്നിലധികം വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു. ഒരു വെബ് പോർട്ടലും അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റും എല്ലാം ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റിൽ കാലാകാലങ്ങളായ അപ്ഡേഷൻ പോലും നടക്കുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും പഴയ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ദേവസ്വം മന്ത്രിയുടെ പേരും ഫോട്ടോയുമാണ് ഇപ്പോഴും ആ വെബ്സൈറ്റിൽ നമ്മൾ കാണാറുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിൽ വരുന്ന ഓരോ സഞ്ചാരിയും ദൂരദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന ഓരോ ഭക്തനും ഇത്തരം വെബ്സൈറ്റുകളിലൂടെയുള്ള വിവരങ്ങൾ തിരക്കുക, വെബ്സൈറ്റുകളിലൂടെ അക്കോമഡേഷനും അതുപോലെ തന്നെ മറ്റ് വഴിപാടുകളുമെല്ലാം ബുക്ക് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആശ്രയമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വ്യാജന്മാർ തലപൊക്കുക എന്നുള്ളത്, അതിനുവേണ്ടി അവസരമൊരുക്കുക, വ്യാജന്മാരെ കിടപിടിക്കുന്ന തരത്തിലുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കാതിരിക്കുക, വെബ്സൈറ്റ് തന്നെ ഒരു വലിയ വിവരങ്ങൾ ലഭ്യമല്ലാത്ത, ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, ക്ഷേത്രത്തിൻ്റെ പൗരാണികമായ പാരമ്പര്യം, ക്ഷേത്രത്തിൻ്റെ ആചാരപ്പെരുമ, ക്ഷേത്രത്തിൻ്റെ വഴിപാട് വിവരങ്ങൾ, ഇതൊന്നും വിശദമായി ഇല്ലാത്ത ഒരു വെബ് പോർട്ടൽ മാത്രമാണ് ഇപ്പോഴുള്ളത്. അതായത് പൂജയും മറ്റ് ബുക്കിങ്ങുകളുമൊക്കെ നടത്താൻ കഴിയുന്ന ഒരു വെബ് പോർട്ടൽ മാത്രമാണ്. ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം വിളമ്പുന്ന വലിയ വിവരങ്ങൾ തരുന്ന ഒരു വെബ്സൈറ്റ് ഗുരുവായൂർ ദേവസ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുമില്ല എന്നുള്ളതാണ്. ഏതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് എന്ന് തിരഞ്ഞ് ഭക്തജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിലാകുന്ന അവസരവുമുണ്ട്. ഇപ്പോഴിതാ വ്യാജ വെബ്സൈറ്റുകൾ കൂടി രംഗത്ത് വരുന്നതോടുകൂടി ഭക്തർക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. ഇതിനൊരു പരിധിവരെ ഉത്തരവാദികൾ അധികൃതരാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ മറ്റ് ബാക്ക് എൻഡ് ഓപ്പറേഷനുകളൊക്കെ നടത്തുന്നത് സർക്കാർ ഏജൻസിയായ സീഡിറ്റാണ്. ആ സീഡിറ്റിന് വലിയ രീതിയിൽ കുടിശ്ശിക ഈ അധികൃതർ വരുത്തുന്നുണ്ട്. ഒരു നിശ്ചിത കാലയളവിൽ അവർക്ക് നൽകേണ്ടുന്ന പണം അത് കൃത്യമായി ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ഈ വെബ്സൈറ്റിൻ്റെ സേവനം ഇല്ലാതായി പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയത്താണ് വ്യാജ വെബ്സൈറ്റുകൾ തലപൊക്കുന്നത്. അനധികൃതമായ വെബ്സൈറ്റുകൾ, ഈ ഔപചാരികമായ വെബ്സൈറ്റുകൾ അവിടെ നിന്നും അപ്രത്യക്ഷമാകുമ്പോഴാണ്. അങ്ങനെ അപ്രത്യക്ഷമാകുന്നത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് ഈ തരത്തിൽ വിശ്വാസയോഗ്യതയില്ലാതെ അപ്രത്യക്ഷമാകുന്നതിന് പിന്നിൽ അവിടുത്തെ കെടുകാര്യസ്ഥത തന്നെയാണ്. കാരണം ഈ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏജൻസിക്ക്, അത് സ്വകാര്യ ഏജൻസി ആയിക്കോട്ടെ
ആയിക്കോട്ടെ, സർക്കാർ ഏജൻസി ആയിക്കോട്ടെ, ഇവർക്ക് കൃത്യമായി പണം നൽകാതിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ പണമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ അവിടുത്തെ കെടുകാര്യസ്ഥതയാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ് ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചകളില്ലാതെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ വലിയ വിവാദങ്ങൾ പുകയുകയാണ്. അതായത് ഈ നിലവിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് അവിടെ നിയമനം നേടിയത് എന്ന പരാതി ഉയർന്നു. ദേവസ്വം വിജിലൻസ് അത് അന്വേഷിച്ചിരുന്നു. അത് സത്യമാണ് എന്ന് കണ്ടെത്തി ഈ നിയമനം റദ്ദാക്കിയിരുന്നു. അതായത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കേണ്ടത്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ദേവസ്വങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് വളരെ സുതാര്യമായി നടക്കേണ്ട ഒരു ഏജൻസിയിലൂടെ അവരുടെ ഉത്തരവാദിത്വത്തിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റുകാരൻ അവിടെ അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഇയാൾ ഈ പദവി നേടിയത് എന്ന് പരാതി വരുന്നു. വിജിലൻസ് അത് ശരിയാണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് നിയമനം റദ്ദാക്കുന്നു. ഇപ്പോഴും അയാൾ കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിൽ, അതായത് കോടതിയിൽ നിന്നും സ്റ്റേ നേടിയതിന് ശേഷം ഇപ്പോഴും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന സ്ഥാനത്ത് തുടരുകയാണ്. ഈ പറയുന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, അത് ആരായാലും ആ വ്യക്തിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ ഡിജിറ്റൽ സംഗതികളെല്ലാം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ധാരാളം ജനങ്ങൾ, ഭക്തജനങ്ങൾ ഇപ്പോൾ അതിനെ ആശ്രയിക്കുന്നുണ്ട്. പഴയ കാലഘട്ടമല്ല, പുതിയ കാലഘട്ടത്തിലേക്ക് ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ടും നിരവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ഭക്തജനങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. അതിലൊന്നാണ് വെബ്സൈറ്റ്. പ്രധാനമായും ഒരു മഹാക്ഷേത്രമാകുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റിന് ഒരു വിശ്വാസ്യത കൈവരേണ്ടതുണ്ട്, അതിൻ്റെ ഒരു സ്ഥിരത കൈവരേണ്ടതുണ്ട്. പക്ഷേ പണം കൊടുക്കാത്തത് മൂലം ബാക്ക് എൻഡ് കൈകാര്യം ചെയ്യുന്ന ഏജൻസിക്ക് പണം കൊടുക്കാത്തത് കാരണം വെബ്സൈറ്റ് നിരന്തരം ഡൗൺ ആയി പോകുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ തീർച്ചയായും ആ വെബ്സൈറ്റിനെ ആശ്രയിക്കാൻ ഭക്തജനങ്ങൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് വ്യാജന്മാർ തലപൊക്കുന്നതും. തീർച്ചയായും ഭരണസമിതിയും മറ്റ് അധികൃതരും അടക്കമുള്ളവർ ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഇതെല്ലാം ശരിയാക്കേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യകരം ഒന്ന് പറയട്ടെ, ഇപ്പോഴും അക്കാര്യങ്ങളിൽ വലിയ വീഴ്ച ദേവസ്വം അധികൃതർ വരുത്തുന്നു എന്നുള്ളത് ഭക്തജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.